നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. വേനൽ കനത്തതോടെ തീപിടുത്തം നിത്യസംഭവമാകുന്നു. ദേശമംഗലം പള്ളത്ത് ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തെ അടിക്കാടുകൾക്ക് തീപിടിച്ചു. വാഹനങ്ങൾ എത്തിപ്പെടാൻ കഴിയാത്തതിനാൽ മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. രാത്രി 7:30ഓടെയാണ് ഭാരതപ്പുഴയിൽ തീപിടുത്തമുണ്ടായത്. വേലൂർ കിരാലൂരിലെ അടഞ്ഞുകിടക്കുന്ന എണ്ണ നിർമ്മാണ കമ്പനി കോമ്പൗണ്ടിലുണ്ടായ തീപിടുത്തത്തിൽ ഗോഡൌണിലെ പ്ലാസ്റ്റിക് കന്നാസുകൾ ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് കിരാലൂരിലെ തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞത്. പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ തീവണ്ടികൾ കടന്നുപോകാനായി മണിക്കൂറുകളോളം ഗേറ്റ് അടച്ചിടുന്നത് ചെറുതുരുത്തി ചേലക്കര പാതയിലെ നൂറുകണക്കിന് യാത്രക്കാരെയും വാഹനങ്ങളെയും പെരുവഴിയിലാക്കി. കഴിഞ്ഞ ദിവസം 4 തീവണ്ടികൾക്കായി അരമണിക്കൂറിലധികം ഗേറ്റ് അടച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഹനവും റൂട്ട് ബസ്സുകളും അടക്കം വലിയ നിര തന്നെ നടുറോഡിൽ കുടുങ്ങി. സമയനഷ്ടം ഭയന്ന് ഓട്ടോറിക്ഷകൾ പോലും പൈങ്കുളം ഭാഗത്തേക്ക് വരാൻ മടിക്കുന്നതായി നാട്ടുകാർ. വർഷങ്ങളായുള്ള ഈ ദുരിതത്തിന് അറുതി വരുത്താൻ മേൽപ്പാലം നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ധർണ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ പങ്കുള്ള മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് രാജേന്ദ്രൻ അരങ്ങത്ത്. ഷൊർണൂരിൽ കാണാതായ യുവതിയെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂനത്തറ പോണാട് സ്വദേശിനി അലീന ജോൺസണെയാണ് ഷൊർണൂർ ആറാണിയിലെ കരിങ്കൽ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ കാണാതായ യുവതിക്കായി നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തിരച്ചിലിനൊടുവിൽ ക്വാറിക്ക് മുകളിൽ നിന്ന് യുവതിയുടെ ചെരുപ്പ് കണ്ടെത്തുകയും പിന്നാലെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. ഷൊർണൂർ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി.